ഹായ് ബ്രോ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ കണ്ണാടി നോക്കുന്ന സമയത്ത് നിങ്ങളിൽ എന്തോ ഒന്ന് മിസ്സാവുന്നത് പോലെ ഫീൽ ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ബെറ്റർ ലുക്ക് ആകാമായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? ഇതിന്റെയൊക്കെ കാരണം സിമ്പിൾ ആണ് ബ്രോ. നമ്മൾ അഗ്ലി ആയതുകൊണ്ടല്ല, നമ്മൾ ചില കെയർലെസ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സ്ലോലി ഡൗൺഗ്രേഡ് ആവുന്നത്. നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു ബിലീഫ് ആണ് ലുക്സ് എന്നുള്ളത് ജെനറ്റിക്സ് ആണ് എന്നുള്ളത്. പക്ഷേ അല്ല ബ്രോ, ലുക്സിൽ മെജോറിറ്റിയും നമ്മളുടെ ഹാബിറ്റ്സ് ആണ്. നിങ്ങൾ തന്നെ ഒരാളെ കാണുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്നതിന് മുൻപേ തന്നെ സബ്കോൺഷ്യസ്ലി നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യാറില്ലേ? അവരെങ്ങനെയാണ് നിൽക്കുന്നത്, അവരുടെ ഫേസ്, അവരുടെ എനർജി, ഈ കാര്യങ്ങളൊക്കെ വെച്ച്. സോ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ശരി, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? തലയൊക്കെ താഴേക്ക് നോക്കി നിങ്ങളുടെ നെക്ക് വളരെ മുന്നേക്ക് ആക്കിയിട്ടാണോ നിങ്ങൾ നടക്കുന്നത്? ഇതൊന്നും നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവില്ല ബ്രോ, പക്ഷെ ഈ ലോകം നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. ഇനി മുതൽ നിൽക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ താഴെയൊക്കെ കൂനിക്കൂടി നടക്കുന്നതിന് പകരം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി നടക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ സബ്കോൺഷ്യസ്ലി ഐ ആം കോൺഫിഡന്റ് എന്നുള്ള ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ കാലുകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാണോ ഇരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു ഫെമിനിൻ എനർജി ആയിരിക്കും പ്രൊജക്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു ഇൻസെക്യൂർ ആയിട്ടായിരിക്കും നിങ്ങളെ പറ്റി ഫീൽ ചെയ്യുന്നത്. ഒരു ഇംഗ്ലീഷ് വീഡിയോയിൽ കണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇരിക്കാനായിട്ട് എത്രത്തോളം സ്പേസ് നമ്മൾ എടുക്കുന്നോ അത്രത്തോളം മെന്റലി നമ്മൾ കോൺഫിഡൻസ് ആയിരിക്കും എന്ന്. അതായത് നിങ്ങൾ പല സിനിമകളിലും നായകന്മാരെയും വില്ലന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര സ്പേസ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സിറ്റിംഗ് പോസ്ചർ കൂടി അങ്ങനെ ആക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് സബ്കോൺഷ്യസ്ലി ബൂസ്റ്റ് ചെയ്യും. ഇനി അടുത്തതാണ് ഫേസ് എന്നുള്ളത്. നമ്മുടെ ഫേസ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പല ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് പോലും നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഇപ്പോ ഞാൻ പോലും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള ജോ, തിക്ക് ആയിട്ടുള്ള നെക്ക് എന്നുള്ളത് ജസ്റ്റ് ഒരു ലക്കിലി ലഭിക്കുന്ന കാര്യമല്ല, അത് ത്രൂ പ്രാക്ടീസിലൂടെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് ഷുഗറി ഐറ്റംസും സോഫ്റ്റ് ഫുഡ്സും ഒക്കെ കഴിക്കുന്ന സമയത്ത് അത് നമ്മളുടെ ഫേസിൽ റിഫ്ലക്ട് ആവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് പോലും വീക്കായി പ്രൊജക്ട് ആവുന്നുണ്ടാവും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ വർക്ക്ഔട്ട് ഒന്നും തന്നെ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ വർക്ക്ഔട്ട് പോലും ചെയ്തു തുടങ്ങുക. പ്ലസ് ഫേഷ്യൽ ആയിട്ടുള്ള ചില എക്സസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കുകയാണെങ്കിൽ ലഭിക്കുന്നുണ്ടാവും. അതുപോലും പ്രാക്ടീസ് ചെയ്യുക. മറ്റൊന്ന്, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, സൈഡ് തല വെച്ച് കിടക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഫേസ് പില്ലോയില് ഫേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ രാത്രി 7 to 8 hours നിങ്ങൾ അങ്ങനെ കിടന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ എത്ര മണി നേരം ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു എനർജി എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഈ ഒരൊറ്റ ഹാബിറ്റ് തന്നെ നമ്മുടെ ഫേസിനെ ലിറ്ററലി ഡാമേജ് ചെയ്യും. മോർണിംഗ് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് ഫീലിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാബിറ്റ് നിങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തതാണ് എനർജി ഷിഫ്റ്റ്. പലരും പറയുന്നത് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. ഇതിന് കാരണം എഫേർട്ട് നിങ്ങൾ റോങ് ആയിട്ടാണ് ഇടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. സ്ലോ ആയിട്ട് ജോഗിങ് ചെയ്ത് ടയേർഡ് ആവുന്നു, പക്ഷെ നിങ്ങൾ സ്പ്രിന്റ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒരു 30 seconds ഫുള്ളി ഫയർ ആയിരിക്കും. ബോഡി മുഴുവൻ തന്നെ ഫുൾ പവർ മോഡിലേക്ക് മാറും. എനർജി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. കോൺഫിഡൻസും ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ടാവും. അടുത്തതാണ് ഗ്രൂമിങ്. നമ്മൾ മെസ്സി ആയിട്ടുള്ള ഐബ്രോസും അതേപോലെ റാൻഡം ആയിട്ടുള്ള ഹെയർ കട്ടും ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു കെയർലെസ് ലുക്ക് ആയിരിക്കും തരുന്നുണ്ടാവുക. ഇതിനു പകരം നമ്മളുടെ ഫേസ് ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നമുക്കൊരു ക്ലീൻ ലുക്ക് തരുന്നുണ്ടാവും. സെയിം ഫേസ് ആയിരിക്കും, പക്ഷെ നമ്മളുടെ സ്റ്റൈൽ ഗെയിം എന്നുള്ളത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത ഒരു ബ്രൂട്ടൽ ട്രൂത്ത് പറയാം. നിങ്ങൾ എന്ത് തന്നെ ഫിറ്റ് ആണെങ്കിലും, നിങ്ങൾ എന്ത് തന്നെ സ്റ്റൈലിഷ് ആണെങ്കിലും, നിങ്ങൾ സ്മെല്ല് ഗുഡ് അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഗെയിം ഓവർ. നമ്മൾ ബാഡ് ആയിട്ടാണ് സ്മെല്ല് ചെയ്യുന്നത് പലപ്പോഴും നമുക്കറിയില്ല, നമുക്ക് ചുറ്റുമുള്ളവർക്ക് പക്ഷെ സെൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽ ചെയ്യുക, വാച്ച് ചെയിൻ എന്നുള്ളത്. ഇത് ഓവർ ആവേണ്ട, ചെറുതായിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു പ്രസൻസ് ലഭിക്കുന്നുണ്ടാവും. അടുത്തതായിട്ട് ഒരു ഹിഡൻ ഹാബിറ്റ് ആണ്, നമ്മൾ പലരും നോട്ടീസ് ചെയ്യാത്തതാണ്. നമ്മളുടെ ഈ കൈ വെച്ച് നമ്മൾ മൊബൈലിൽ തൊടുന്നുണ്ടാവും, ചുമരിൽ തൊടുന്നുണ്ടാവും, നമ്മളുടെ ഡോറിലും തൊടുന്നുണ്ടാവും, ദെൻ അത് വെച്ച് നമ്മളുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ ആയിട്ട് ടച്ച് ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മളുടെ സ്കിന്നിനെയും ഹെയറിനെയും
നിങ്ങളെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യും, പക്ഷെ ഈ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാവില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ ഹാബിറ്റ് മാറ്റാതെ നിങ്ങൾ എന്ത് തന്നെ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്തിട്ടും ആക്നി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചേഞ്ച് ചെയ്താലും വലിയ ഉപകാരം ഉണ്ടാവണമെന്നില്ല. അടുത്തതാണ് സൺലൈറ്റ്. ദിവസവും രാവിലെയോ വൈകുന്നേരമോ ആയിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡും നമ്മളുടെ ഫേസും ഒരു ഡൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രസന്റബിൾ ആവുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ നോർമൽ ആയിട്ടുള്ള സൺലൈറ്റ് എക്സ്പോഷർ എന്നുള്ളത് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ ഫേസിൽ തന്നെ ആ ഒരു ഗ്ലോ എന്നുള്ളത് വരുന്നുണ്ടാവും. അടുത്തതാണ് ഒരുപാട് മെൻ മിസ് ചെയ്യുന്ന കാര്യമാണ് ചീപ്പ് ആയിട്ടുള്ള ക്ലോത്ത്, ബാഡ് ആയിട്ടുള്ള ഫിറ്റ്. നമ്മളുടെ കയ്യിൽ ഒരുപാട് നല്ല ഡ്രസ്സുകൾ ഉണ്ട് എന്നുള്ളതല്ല, പക്ഷെ അതിന്റെ ഫിറ്റിംഗ്സ് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ് എന്നുള്ളതും തന്നെ നമ്മളുടെ കോൺഫിഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഒരുപാട് വസ്ത്രങ്ങൾ വെക്കുക എന്നുള്ളതല്ലാതെ ഈവൻ കുറഞ്ഞ വസ്ത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ പോലും നല്ല മെറ്റീരിയൽസ് ആയിട്ടും നല്ല ഫിറ്റ് ആയിട്ടും തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മളോടുള്ള റെസ്പെക്ട് തന്നെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രെസ്. നമ്മൾ മെന്റലി സ്ട്രെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഫേസിൽ റിഫ്ലക്ട് ആവുന്നുണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വർക്കിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ കരിയറിലോ ഒക്കെ ആയിട്ട് സ്ട്രെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് മെഡിറ്റേഷൻ, ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഗുലർ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്റെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ 30 ഡേ പ്രോഗ്രാമിലാണെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നൽകുന്നുണ്ട്. സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. Stay grounded. Bye all.